നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കടുത്ത വേനലിൽ അന്തിക്കാട് കുളത്തിലെ ജലനിരപ്പ് കുറഞ്ഞു. ജീർണിച്ച പൈപ്പുകളിലൂടെ ഇറിഗേഷൻ വെള്ളം എത്തിക്കാനാകുന്നില്ല. ഓർമ്മകളുടെ വസന്തം വിടർന്ന ഒരു അനുഭൂതിയായി നാട്ടിക SN കോളേജ് 1980-82 പ്രീ ഡിഗ്രി ബാച്ചിന്റെ ഒത്തുകൂടൽ. SYS തൃപ്പയാർ സോണിന്റെ ആഭിമുഖ്യത്തിൽ ജലസംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. വേനൽ കടുത്തതോടെ അന്തിക്കാട് കുളത്തിലെ ജലനിരപ്പ് കുറഞ്ഞ് കുളം ഉപയോഗശൂന്യമായി. ഇപ്പോഴുള്ള വെള്ളത്തിൽ മാലിന്യം നിറഞ്ഞത് മൂലം ചൊറിച്ചിലും ദുർഗന്ധവുമുണ്ട്. മീനുകൾ ചത്ത് പൊന്തുന്നുണ്ട്. 4 ഏക്കർ വിസ്തൃതിയുള്ള കുളം 2020-ലാണ് 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചത്. ആഴം കൂട്ടി വശങ്ങൾ കരിങ്കല്ലുകൊണ്ട് കെട്ടി നടപ്പാതയും കൈവരിയും ഓപ്പൺ ജിമ്മും ഇരിപ്പിടവുമെല്ലാം ഇവിടെ സ്ഥാപിച്ചു. വേനൽക്കാലങ്ങളിൽ കുളത്തിലെ വെള്ളത്തിന്റെ അളവ് നിലനിർത്താനായി ഇറിഗേഷൻ കനാലിൽ നിന്നും പൈപ്പ് വഴി ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നു. ഇത് നിലച്ചതാണ് കുളത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായത്. ഇറിഗേഷൻ വെള്ളം എത്തിക്കുന്ന പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടി വെള്ളം പാഴായി പോവുകയാണ്. പമ്പിംഗ് സമയത്തെ സമ്മർദ്ദം താങ്ങാനാകാതെ നിരവധിയിടത്താണ് ഇറിഗേഷൻ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത്. അന്തിക്കാട് കുളത്തിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പ്രദേശത്തെ കിണറുകൾ പലതും വറ്റി തുടങ്ങി. കുളത്തിനോട് ചേർന്നുള്ള വീടുകളിലെ കിണറുകളിലും വെള്ളം മലിനമായി. നിരവധി പേർ കുളിക്കാനും നീന്തൽ പരിശീലനത്തിനുമായി കുളം ഉപയോഗിച്ചിരുന്നു. കുളിക്കുന്നതാണ്, വേറെ ബാത്റൂമിൽ കുളിച്ചുള്ള പരിചയമില്ല. ഇവിടെ ഇതിൽ കുളിച്ചപ്പോൾ തീരെ കുളിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് കാര്യം ചെയ്തത്. എന്ത് കൊണ്ടിട്ടെന്ന് അറിയില്ല. കുളം വറ്റിക്കാൻ പറഞ്ഞാൽ അതിന് തടസ്സമാണ്. അതിൽ വരുന്ന അതിലിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടുള്ള എല്ലാവരും അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് എല്ലാവരും ഇടപെട്ട് നമ്മുടെ ഈ കുളത്തിനെ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് നമ്മുടെ ഈ നാടിൻ്റെ ഒരു നന്മയ്ക്ക് ഉദ്ദേശിച്ച് എനിക്ക് പറയാനുള്ളത്. വേനലവധിക്കാലത്ത് 100 കണക്കിന് കുട്ടികളാണ് ഇവിടെ നീന്തൽ പരിശീലനം നേടാറുള്ളത്. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ അന്തിക്കാട്ട് കുളത്തിൽ നീന്താനായി എത്താറുണ്ട്. നാളുകളായി അധികൃതർ കാണിക്കുന്ന അവഗണനയാണ് കുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു കുളമാക്കി മാറ്റിയ ഈ കുളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. മാത്രമല്ല ഇതിൻ്റെ പരിസരത്തുള്ള പാവപ്പെട്ട ജനങ്ങളെല്ലാവരും വന്ന് കുളിക്കാനും അലക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. കണ്ടമാനം അഴുക്ക് നിറഞ്ഞ് വെള്ളം ആകെ മലിനമായി ഇതിലങ്ങനെ ഇറങ്ങി കുളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പല മാരകമായ അസുഖങ്ങൾ പോലും വരുന്നൊരവസ്ഥയാണ്. ഈ വിഷയം പഞ്ചായത്തിൻ്റെ ഗ്രാമസഭയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അന്ന് പഞ്ചായത്ത് പറഞ്ഞത് അത് വേണ്ട നടപടികൾ എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അവർ പറയുന്നത് വെള്ളം അവിടെ കയറ്റുമ്പോൾ ഇറിഗേഷൻ്റെ പൈപ്പ് പൊട്ടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരമാർഗം ഉണ്ടാക്കാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രമിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ വെള്ളം മലിനമായോട് കൂടിയിട്ട് ഇവിടെ പരിസരങ്ങളുള്ള കിണറുകളിൽ പോലും വെള്ളത്തിന് കളർ മാറ്റവും കാര്യങ്ങളും വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കുളം ഇപ്പോൾ ഇത്രയും വൃത്തികേടായത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം കയറ്റാനോ ഇറക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഈ കിളികളുടെ ശല്യം കൂടുതലാണ്. മാലിന്യങ്ങൾ മുഴുവൻ ഇതിൽ കൊണ്ട് തള്ളുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്, കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും വളരെ മോശം. ഇവിടെ അടുത്തുള്ള കിണറുകളിൽ മുഴുവൻ വെള്ളം പറ്റി. ഈ കുളത്തിൽ വെള്ളമുള്ളതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാവർക്കും കുടിവെള്ളം കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൂടി ഇല്ല. വെള്ളം ഞാൻ 3ാമത്തെ തൊട്ടാണ് എൻ്റെ വീട്ടിലടിക്കുന്ന വെള്ളം. കുടിക്കാൻ വെള്ളമില്ല, അതൊരവസ്ഥ. പിന്നെ എല്ലാവരും ഈ പിള്ളേർ നീന്തലുന്നുണ്ടായിരുന്നു, അവരും ഇല്ല, കുളിക്കാൻ ആളില്ല. കുളത്തിൽ പതിവായി മാലിന്യം തള്ളുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. അധികൃതർ ഇന്ന് വരെ അത് തിരിഞ്ഞു നോക്കുക, അതിനെ പറ്റി ഒന്നും ചിന്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല. മാലിന്യം തള്ളുന്നുള്ള ഇത് ചാക്ക് കണക്കിന് മാലിന്യം അവിടെ കൊണ്ട് ആരൊക്കെയോ രാത്രി കൊണ്ട് തട്ടിപ്പോകുന്നുണ്ട്. അതിൽ കൂടെ കുളിക്കാനും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാലോ. ഇതിപ്പോ 8-9 മാസമായിട്ട് ഒന്നും തൊടുന്നില്ല. പിന്നെ വർഷം നോക്കുകയാണെങ്കിൽ 5-6 കൊല്ലമായിട്ട് ഒന്നുമില്ല. ശോചനീയാവസ്ഥയാണ്. കുളിക്കാൻ തീരെ പറ്റാത്തൊരു നിവൃത്തിയില്ല. വെള്ളത്തിൽ ഭയങ്കര സ്മെല്ലും ഒപ്പം തന്നെ മീനുകൾ ചത്തുപൊന്തും അങ്ങനെയുള്ളൊരു കുളത്തിലെ വെള്ളമായി മാറിയപ്പോൾ ഇതിലിപ്പോൾ കുളിച്ചാൽ തന്നെ പല അസുഖങ്ങളിപ്പോൾ ഒന്നിച്ചു വരും. ആ നിലയ്ക്കാണ് വെള്ളം. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കുളത്തിൽ വന്ന് ശ്രദ്ധിച്ചാൽ കാണാം,
കുളത്തിൽ ഭയങ്കര അഴുക്കുകളും ഒക്കെ വന്നിട്ട് കരക്കിൽ വന്ന് അടിഞ്ഞ് കിടക്കുന്നത് കാണാം. പല വട്ടം എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്തു. ദേവസ്വം അധികൃതരോടും കമ്മിറ്റി ഭാരവാഹികളുടെ എല്ലാവരോടും പറഞ്ഞിട്ടും യാതൊരുവിധ നടപടികളും ഇന്നവരെ ഉണ്ടായിട്ടില്ല. കാലപ്പഴക്കം മൂലം തകരാറിലായ ഇറിഗേഷന്റെ ജലസേചന മാർഗങ്ങൾ നവീകരിക്കുക മാത്രമാണ് പരിഹാര മാർഗമെന്ന് അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ ജനപ്രതിനിധിയുമായ AV ശ്രീവത്സൻ പറഞ്ഞു. ആ ഇറിഗേഷൻ പദ്ധതിയിൽ അത് നവീകരിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, ഈ മന്ത്രി രാജൻ്റെ വീടിൻ്റെ തൊട്ട് മുൻപിൽ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുളത്തിലേക്ക് നേരിട്ട് കണക്ഷനായി. അപ്പോൾ അവിടെ ഒരു വാൾവ് വെച്ചാൽ ആ വാൾവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം സ്വാഭാവികമായിട്ടും കുളത്തിലേക്ക് എത്തും. കുളത്തിലെ വെള്ളം വിധാനം ഉയരാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പോൾ ഇറിഗേഷൻ പദ്ധതി നവീകരിക്കുക, പുതിയ പൈപ്പിട്ട് ആ പ്രദേശം അളന്ന് തിരിച്ച് പുതിയ പൈപ്പിട്ട് ഇറിഗേഷൻ പദ്ധതി നവീകരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. നമ്മളത് ഇറിഗേഷൻ വകുപ്പിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരതിൻ്റെ പദ്ധതി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമർപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ കുളം നവീകരിക്കപ്പെടും. അതിനുവേണ്ടി നമ്മൾ പിന്നാലെ നിൽക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 128 നമ്പർ അംഗൻവാടി വർക്കർ വാസന്തിക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV ആനന്ദൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ വാസന്തിക്ക് 16-ാം വാർഡിന്റെ ഉപഹാരം നൽകി. ചിത്ര സുരേഷ്, ഫാത്തിമ സലീം, ഹർഷൻ കൊല്ലടിക്കൽ, നാസർ ഷാ, കരുണാകരൻ പൊയ്യാറ, ജ്യോതി ബാബു പൊയ്യാറ എന്നിവർ സംസാരിച്ചു. നമ്മൾ കുഞ്ഞുമക്കളെ ആദ്യാക്ഷരം പഠിപ്പിച്ച ആദ്യ ടീച്ചറാവുക എന്നുള്ള മഹാഭാഗ്യം ലഭിച്ച വാസന്തി ടീച്ചർ ഇനി വിശ്രമ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തീരെ സമ്മതിക്കാത്ത കാര്യമാണ്. വിശ്രമമൊന്നും വേണ്ട അല്ലേ? വിശ്രമമൊന്നും വേണ്ട. നമ്മൾ വീഴുന്നത് വരെ അല്ലേ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇത്രയും നാളത്തെ അനുഭവം ഞാനെന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇപ്പൊ കണ്ടില്ലേ എന്തൊരു പ്രസന്നമതികളായി എത്ര സന്തോഷത്തോടെ ഇരിക്കുന്ന ഇവിടുത്തെ പകൽ വീട്ടിലെ അമ്മമാർ എന്ന് നോക്കിയ മുഖത്തൊക്കെ എന്തുമാത്രം സന്തോഷവും ഐശ്വര്യമെന്ന് നോക്കി. ഓർമ്മകളുടെ വസന്തം വിടർന്ന ഒരു അനുഭൂതിയായി നാട്ടിക SN കോളേജ് 1980-82 പ്രീ ഡിഗ്രി ബാച്ചിന്റെ കൂട്ടായ്മ. സൗഹൃദം പൂക്കുന്ന ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചുപോക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ ഒത്തുചേരൽ പഴയകാല സുഹൃത്തുക്കളെ ഒരുമിച്ച് ചേർത്തു. മുൻ MLA പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ VN രണദേവ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ സംസാരിച്ചു. പ്രീ ഡിഗ്രി 3rd ഗ്രൂപ്പ് ഈ ബാച്ച് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ ക്യാമ്പസ് ഇടനാഴികളിൽ നെയ്ത സൗഹൃദം വീണ്ടും പുതുക്കി. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ഓരോരുത്തരും. സൗഹൃദം പങ്കുവച്ചും പഴയകാല ഓർമ്മകൾ ഉണർത്തിയും പാട്ടും കലാപരിപാടികളുമായി നിറഞ്ഞു നിന്ന ഉച്ചവരെയുള്ള കൂടിച്ചാലിന് ശേഷം എല്ലാവരും മടങ്ങി. നാട്ടിക ഫർക്ക കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പലായി അതേ കോളേജുകളിലൊക്കെ തന്നെ മലയാളം പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്തു. പിന്നീട് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായി, സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ മെമ്പറായി. ഒരു നാടകം എഴുതിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വാങ്ങിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഒരു വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന ഒരു സിനിമ പകുതി നിർമ്മിച്ച് അതിന് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് മേടിച്ചു. ഏറ്റവും നല്ല എഴുത്ത് റീഡർ, ഏറ്റവും നല്ല വായനക്കാരൻ നിശാഗന്ധി പബ്ലിക്കേഷൻസിൻ്റെ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ തന്നു. നല്ല വായനക്കാരൻ, അത് ശരിയാണ്. ഞാൻ നന്നായിട്ട് ആ അർത്ഥത്തിൽ വായിക്കും. അശോകൻ ജൈവിൽ ഒരിക്കലും എഴുതി, ഞാൻ MLA നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന കേരളത്തിലെ ഒരു അധ്യാപകൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതായി തോന്നിയത്. കുട്ടികളെ എൻ്റെ ഫ്രണ്ട്സുമുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കോളേജ് വിടുന്നവരെ കാത്തു നിന്ന് അതിൽ വിദ്യൻ ഉണ്ടായിരുന്നു, DR ഹാരി. വിദ്യൻ മരിച്ചു പോയി, സിനിമയിലെ വലിയ നിർമ്മാതാവായിരുന്നു. പിന്നെ ഹാരി ഉണ്ടായിരുന്നു. ഹാരി KPSCക്കും കലാസാഗര കേന്ദ്രത്തിനും ഒരുമിച്ച് നാടകം എഴുതിയാണ്. DR ഹാരി, വിദ്യൻ, പിന്നെ ഒന്ന് രണ്ട് ഭേദപ്പെട്ട ആൾക്കാരെ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
Tiruppuram Geetha Ravi Public School. The joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്.
ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദിക് ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. കലാകായിക മേഖലയിൽ 86 വർഷം പിന്നിടുന്ന കാഞ്ഞാണി ചന്ദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രോത്സവം 2026 സംഘടിപ്പിച്ചു. കാഞ്ഞാണി ചന്ദ്ര നഗറി നടത്തിയ ചടങ്ങ് കവിയും സിനിമാ ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തീവണ്ടി മറിച്ചിട്ട് എത്ര പേരെ കൊല്ലാമെന്നൊക്കെ ആലോചിക്കുന്ന മനസ്സുള്ള ആളുകൾ ഒരു കവിത കേട്ട് കോരി തരിച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ അമ്മമാരെ പോലെ സീരിയൽ കണ്ട് കരഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അല്ലേ? അപ്പോൾ കല തൊട്ട് തീണ്ടാത്ത ആളുകളുടെ മനസ്സ് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ 86 വർഷം മുൻപ് ചന്ദ്ര ആർട്സ് രൂപം നൽകുകയും അത് തുടർന്ന് പോവുകയൊക്കെ ചെയ്ത വലിയ നല്ല മനുഷ്യരെ വളരെ സ്നേഹത്തോടെ ആദരിച്ചുകൊണ്ട് 86ാമത് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരം നാട്ടിൻപുറത്തെ കലാസമിതികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ കുരുന്നു മക്കൾക്ക് അവരുടേതായിട്ടുള്ള സർഗ പ്രക്രിയകൾ ആദ്യമായിട്ട് തെളിയിക്കാനുള്ള ഒരിടമാണ് ഇത്തരം വേദികൾ. മാത്രമല്ല അത് കലയിലും കായികപരമായിട്ടും സാഹിത്യമായാലും ഒക്കെ അവർക്ക് കിട്ടുന്ന വലിയ ആദ്യത്തെ ആദരവ് ഇവിടം തന്നെയായിരിക്കും. ക്ലബ്ബ് പ്രസിഡന്റ് CVB ശോഭ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി CS സജൂഷ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വിനീത് പാറമേൽ, വിജേഷ് B നായർ, ശ്രീജിത്ത് പേരാത്ത്, സിദ്ധാർത്ഥൻ വലിയപറമ്പിൽ, സന്തോഷ് കൂനത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനം, തിരുവാതിരക്കളി, സിനിമാറ്റിക് ഡാൻസ്, നാടകം, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. നിറമില്ലേലും ചന്ദമര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും എന്നാലെന്തേ കുഞ്ഞിപ്പെണ്ണ് നിന്നെ കാണാൻ ചന്തം തോന്നും, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ആണൊരുത്തൻ വന്നില്ലല്ലോ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. വാടനപ്പള്ളി ഗണേശമംഗലം കുന്നത്ത് ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ വിഷ്ണുമായ ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച ഗണപതി ഹോമം, കലശപൂജ, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ഉച്ചപൂജ, ശനിയാഴ്ച വിശേഷാൽ പൂജകൾ, വീരഭദ്രസ്വാമിക്ക് കളം, അന്നദാനം, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും കളവും നടത്തി. വൈകിട്ട് ദീപാരാധന, വിശേഷാൽ പൂജകൾ, തുടർന്ന് ശ്രീ ഭദ്രകാളിക്ക് കളം, പുലർച്ചെ ഗുരുതി, കുടിയിരുത്തിപ്പാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് KK വാസുദേവൻ, സെക്രട്ടറി KA രാഘുലൻ, KG സോമശേഖരൻ, കമ്മിറ്റി അംഗങ്ങളായ KM രമേശ്, KA ഗോപിനാഥൻ, KA വിശ്വനാഥൻ, KM സോമസുന്ദരൻ, മാതൃസമിതി അംഗങ്ങളായ സ്വപ്ന ഗോപിനാഥൻ, സൗമ്യ രമേശ്, പങ്കജം സദാനന്ദൻ, ലതാ വിശ്വനാഥൻ, ദിവ്യ നിശാന്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
നട തുറക്കൽ ദിവസമായ മെയ് 1 വെള്ളിയാഴ്ച രാവിലെയും വൈകിട്ടും ദേവിക്ക് പൊങ്കാല സമർപ്പണം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി BR ബാബു, അക്കൗണ്ടന്റ് CP പ്രദീപ് എന്നിവരുടെ യാത്രയയപ്പ് യോഗം വലപ്പാട് ചന്തപ്പടിയിലെ KC വാസു ഹാളിൽ വെച്ച് നടന്നു. മുൻ MLA KV അബ്ദുൽ ഖാദർ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിലൂടെ അത് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ് സഹകരണ മേഖലയുടെ സവിശേഷത. 100 വർഷത്തെ പാരമ്പര്യമുള്ള വലപ്പാട് ബാങ്ക് അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും മികച്ച ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബാബുവും അതുപോലെ തന്നെ പ്രദീപും സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ബാബുവിനെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം ചൂണ്ടിക്കാണിച്ച സവിശേഷതകൾ പൂർണ്ണമായും ശരിയാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും യുവജന സംഘടനയിൽ ഒന്നിച്ച് പ്രവർത്തനം ആരംഭിച്ചവരാണ്. ബാബുവിൻ്റെ സംഘടനാപരമായ ശേഷിയും ബഹുജന ബന്ധവും ഈ ബാങ്കിനെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുകയുണ്ട്. ഇന്ന് അദ്ദേഹം ബാങ്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചുമതല ഒഴിയുമ്പോൾ കുനിഞ്ഞ ശിരസുമായല്ല അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഈ ബാങ്കിനെ വമ്പിച്ച പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടാണ് അദ്ദേഹം സർവീസിൽ നിന്ന് പിരിയുന്നത്. അതിഗംഭീരമായ ഒരു മന്ദിരം. ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ അധ്യക്ഷത വഹിച്ചു. മുൻ PACS പ്രസിഡന്റ് MA ഹാരിസ് ബാബു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് രാജിഷ ശിവജി, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, മുൻ സെക്രട്ടറി C വാസുദേവൻ, ഡയറക്ടർമാരായ CK കുട്ടൻ, PB സുധീന്ദ്രൻ, KCU ഏരിയ സെക്രട്ടറി PS രാജീവ്, സ്റ്റാഫ് പ്രതിനിധി KK കിഷോർ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു KP, ഡയറക്ടർ ശൈലജ ജയലാൽ, BR ബാബു, CP പ്രദീപ് എന്നിവർ സംസാരിച്ചു. SYS സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി SYS തൃപ്പയാർ സോണിന്റെ ആഭിമുഖ്യത്തിൽ വാടനപ്പള്ളി സിറാജുൽ ഹുദ മദ്രസയിൽ ജലസംരക്ഷണ സദസ്സ് നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഷഹീർ മുസ്ലിയാർ അധ്യക്ഷനായി. SYS സോൺ പ്രസിഡന്റ് നൌഫർ സഖാഫി വിഷയാവതരണം നടത്തി. ജലദൗർലഭ്യം, പുനരുപയോഗം, റീചാർജിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. SYS തൃപ്പയാർ സോൺ സാമൂഹികം സെക്രട്ടറി ഷരീഫ് തളിക്കുളം, ഹുസൈൻ സഖാഫി എന്നിവർ സംസാരിച്ചു. വലപ്പാട് ആലപ്പാട്ട് ആന്റണി മാസ്റ്ററുടെ മകൻ ജോസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടക്കും. മേരിയാണ് ഭാര്യ. ആൻഡോ, ജോപോൾ എന്നിവർ മക്കളും ബിൻസി മരുമകളുമാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കടുത്ത വേനലിൽ അന്തിക്കാട് കുളത്തിലെ ജലനിരപ്പ് കുറഞ്ഞു. ജീർണിച്ച പൈപ്പുകളിലൂടെ ഇറിഗേഷൻ വെള്ളം എത്തിക്കാനാകുന്നില്ല. ഓർമ്മകളുടെ വസന്തം വിടർന്ന ഒരു അനുഭൂതിയായി നാട്ടിക SN കോളേജ് 1980-82 പ്രീ ഡിഗ്രി ബാച്ചിന്റെ ഒത്തുകൂടൽ. SYS തൃപ്പയാർ സോണിന്റെ ആഭിമുഖ്യത്തിൽ ജലസംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.